ബന്ധു, ശത്രു, സമൻ. അതാണ്. ഇപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ബന്ധുഗ്രഹങ്ങളുണ്ട്, ശത്രുഗ്രഹങ്ങളുണ്ട്, സമന്മാരുണ്ട്. അപ്പോൾ അതാണ് ഒരു ചാർട്ടാണത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ്. ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈസിയാണ്. ഇത് ഈ ദൃഷ്ടിയിൽ നമുക്ക് ഇതും ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്രയും ഇമേജസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത്രയും ഇമേജ് വീഡിയോ കണ്ടിട്ട് പിന്നെ ഈ ഇമേജും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ ചാർട്ട് നോക്കിയാൽ വളരെ സിമ്പിളാണ്. ഇവിടെ എഴുതിയേക്കുന്നത് ഉദാഹരണത്തിന് സൂര്യൻ, രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്നെയാണ്. രവിയുടെ ബന്ധു ഏതൊക്കെയാണ്? കുജൻ അല്ലെങ്കിൽ ചൊവ്വ, വ്യാഴം, ചന്ദ്രൻ. അപ്പോൾ സൂര്യൻ്റെ ബന്ധുഗ്രഹങ്ങളാണ് ഈ പറഞ്ഞ 3. ശത്രുഗ്രഹങ്ങളാണ് ഈ പറഞ്ഞേക്കുന്ന ശനി, ശുക്രൻ. അതുപോലെ സമൻ ആണ് എന്ത്? ബുധൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഓരോ ഗ്രഹത്തിനും ബന്ധുഗ്രഹങ്ങളുണ്ട്, ശത്രുഗ്രഹങ്ങളുണ്ട്, സമനായിട്ടുള്ള ഗ്രഹങ്ങളുമുണ്ട്. സമൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രണ്ടുപേരും ഒരേ ലെവലായിരിക്കും. ഉദാഹരണത്തിന് ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരേ ആൾക്കാർ 2 റാങ്കിലുള്ളവരുണ്ടാവും. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ 2 പേരും SI-മാരാണ്. 2 പേരും SI-മാരാണെങ്കിൽ അതാണ് സമന്മാരെന്ന് പറയുന്നത്. തുല്യ ഇമ്പോർട്ടൻസ് ആണ്, ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. 2 ഗ്രഹങ്ങൾ ഒന്നിച്ച് വന്നാൽ 2 പേർക്കും ആ രാശിയിൽ ഒരുപോലെ തന്നെ അതിൻ്റെ കാരകത്വങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമില്ല, അവർ 2 പേരും ഒരുപോലെ നിൽക്കും. പക്ഷേ ബന്ധുക്കളാണെങ്കിൽ 2 പേരുടെ കൂടിച്ചേർന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അതാണ് 2 പേരുടെയും കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അവർ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്ത് അവരുടെ ഒരു നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള നെറ്റ് എഫക്റ്റ് ഉണ്ടാവും. അതാണ് ബന്ധുക്കളായി കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ശത്രുക്കളാണെങ്കിൽ പറയണ്ടല്ലോ, 2 പേരും ആ നിൽക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാക്കും. രാശിയിൽ കുറച്ച് ബലക്കുറവുണ്ടാവും. 2 ഗ്രഹങ്ങൾക്കും കുറച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ബലം കുറഞ്ഞു പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്രഹം ഉച്ചഗ്രഹമാണ്, ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഫുൾ പവറുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ വേറൊരു ശത്രുഗ്രഹം ഫുൾ പവറായിട്ട് വരത്തില്ല, കൂടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിന് സ്വക്ഷേത്ര ബലം ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ 2 പേരും ശത്രുക്കളാണ് ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ആ ഉച്ചഗ്രഹത്തിനും കുറച്ച് ബലം കുറഞ്ഞു പോകും. ആ ഉച്ചഗ്രഹത്തിൻ്റെ ഗുണം അവിടെ കിട്ടത്തില്ല. കുറച്ച് ഒരു 1/3 അല്ലെങ്കിൽ പകുതിയിൽ താഴെ ബലം അവിടെ 2 ഗ്രഹങ്ങൾക്കും നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ കാരകത്വങ്ങൾ അവിടെ അതിന് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല 2 ഗ്രഹങ്ങളും. അപ്പോൾ 2 ഗ്രഹങ്ങളും കാര്യം ഉച്ചഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ ബലവാനായിരിക്കാം, പക്ഷേ ആ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ ആ ജാതകന് കൊടുക്കത്തില്ല. കാര്യം 2 ശത്രുഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ശത്രുഗ്രഹങ്ങളാണ് ദൃഷ്ടി ചെയ്യുന്നതും വരാം. അങ്ങനെ ആ ദൃഷ്ടി ചെയ്യുന്നതിലും വരാം. ശത്രുഗ്രഹം ദൃഷ്ടി ചെയ്താൽ ദൃഷ്ടി ചെയ്യപ്പെടുന്ന ഗ്രഹത്തിന് എന്ത് പറ്റും? കുറച്ച് വീക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ചാർട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സിമ്പിളല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറേ കാര്യങ്ങൾ, ഇത് ഡാറ്റയാണ്, നമ്മൾ കുറച്ച് ഇൻഫർമേഷനാണ് നമ്മളത് നമ്മുടെ ബ്രെയിനിൽ കീപ്പ് ചെയ്യണം. അത് വെറുതെ നമുക്ക് ബൈ ഹാർട്ട് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അപ്പോൾ എന്ത് ചെയ്യണം? അതെങ്ങനെയായിരിക്കണം? നമ്മൾ ഇതുപോലെ ഗ്രഹനിലകൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്ത് മാത്രമേ നമുക്കത് അങ്ങനെ പഠിക്കാവുള്ളൂ. അതല്ലാണ്ട് നമ്മൾ പണ്ട് സ്കൂൾ ടേബിൾ പഠിച്ചില്ലേ, അതുപോലെ നമ്മൾ അങ്ങനെ കാണാൻ പഠിക്കരുത്.
അങ്ങനെയും പഠിക്കാം, തെറ്റൊന്നുമില്ല. എങ്കിലും ഏറ്റവും നല്ലത് ഗ്രഹനില എടുത്ത് വെച്ചുകൊണ്ട് ആ ഗ്രഹനിലയ്ക്കകത്ത് നിന്ന് നമ്മൾ പഠിക്കുക. ബന്ധു ഏതാ, ശത്രുക്കൾ കൂടെ നിൽപ്പുണ്ടോ, ശത്രുക്കൾ അങ്ങോട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ആ ഗ്രഹനില പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത് ആ ചാർട്ടും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ ആ ചാർട്ട് നമ്മൾ റെഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു 10 ഗ്രഹനില നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്രെയിനിലേക്ക് വന്നോളും. ശരിയല്ലേ? അങ്ങനെ ചെയ്യാം. പിന്നെ ബൈഹാർട്ട് ചെയ്യാം. കുറച്ചൊക്കെ നമുക്ക് നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇച്ചിരി സ്പീഡ് കിട്ടും നമ്മൾ റെഫർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബന്ധു ശത്രു ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഓരോ ദശാകാലവും എത്ര വർഷമാണെന്നും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബ്രെയിനിലൊന്ന് ഓർത്ത് നോക്കാം. ഉദാഹരണം ശനി ദശാകാലം എത്ര വർഷമാണ്? 19 വർഷം അല്ലേ. ചന്ദ്രദശാകാലം എത്രയാണ്? 10 വർഷം. സൂര്യദശാകാലം എത്രയാണ്? 6 വർഷം. എന്തോ ശുക്രദശ 20 വർഷമാണ്. അത് തന്നെ, ശുക്രദശാകാലം 20 വർഷം. അപ്പം അത് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിലേക്ക് ഒരു ഇൻഫർമേഷനായിട്ട് കീപ്പ് ചെയ്യണം. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഗ്രഹനില നമ്മൾ ഇത് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയല്ലേ നമ്മൾ ശുക്രദശ അല്ലേ? 4 വർഷം കൂടെ ഉണ്ടാവും. അത് ശരി. അപ്പോൾ നമുക്ക് ആ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏത് അപഹാരമാണ്, എന്തിൻ്റെ അപഹാരമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ നമ്മുടെ സ്വന്തം ഗ്രഹനില വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം ഉദാഹരണത്തിനായിട്ട്.